തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം അധ്യായം 2 4 തിരുവചനം. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനം ഇന്ന് വിചിന്തനത്തിനായിട്ട് നാം എടുക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുതാപത്തിൻ്റെ ഒരു ചൈതന്യം, ഒരു കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതപിക്കാൻ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും ഒക്കെ മാധ്യസ്ഥം തേടി നമുക്ക് ഈ വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 തിരുവചനം. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? ഇത് നമ്മോടുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് കാണിക്കുന്ന കരുണയും സഹിഷ്ണുതയും ക്ഷമയുമൊക്കെ നീ നിസ്സാരമായി കാണുകയാണോ? എന്തിനാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്? എന്തിനാണ് ദൈവം നമ്മോട് ക്ഷമിക്കുന്നത്, സഹിഷ്ണുത കാണിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളണം. എന്ത് ചെയ്താലും കുഴപ്പമില്ല, ദൈവം ക്ഷമിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. ഒരു തലത്തിൽ അത് യാഥാർത്ഥ്യമാണ്. എന്ത് ചെയ്താലും, എന്ത് തെറ്റ് സംഭവിച്ചാലും അത് ദൈവം ക്ഷമിക്കും. അത് സത്യമാണ്, അതിന് മാറ്റമില്ല. പക്ഷേ എപ്പോഴാണ് ദൈവം എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഒരു കുഞ്ഞ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഒരു കൊച്ച് എന്തെങ്കിലും ഗൗരവതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് അവൻ ആരും കണ്ടിട്ടില്ല, കേട്ടില്ല, അറിയില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നതായിരിക്കും, തെറ്റ് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഈ തെറ്റ് വെളിപ്പെടുത്തപ്പെട്ടു, അല്ലെങ്കിൽ അപ്പൻ അമ്മ ഈ മുതിർന്നവർ ഈ തെറ്റ് കണ്ടു. അങ്ങനെ ഇത് കണ്ടിട്ട് ഈ കൊച്ചൊന്നും സംഭവിക്കാത്തതുപോലെ അങ്ങ് നടന്നു പോകുകയാണെന്ന് വിചാരിച്ചോ? എത്ര നാൾ, എത്ര ദിവസം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമ്മൾ ഈ തെറ്റ് ക്ഷമിക്കും? സാരമില്ലെന്ന് നമ്മൾ വയ്ക്കും? നമ്മൾ ഈ തെറ്റിനെ പ്രതി ചോദ്യം ചെയ്യുമോ? എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ചോദിക്കില്ലേ? അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്തിട്ട് നീ എന്താ മിണ്ടാതെ നടക്കുന്നത്, ആരോടും പറയാത്തതെന്ന് ചോദിക്കില്ലേ? ഒന്നും സംഭവിക്കാത്തതുപോലെ നടക്കുന്നത് എന്താണെന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ ദൈവത്തെ പല വിധത്തിൽ വേദനിപ്പിച്ചിട്ട്, പല അളവിൽ വേദനിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ നടക്കുമ്പോൾ എല്ലാം കാണുന്ന ദൈവം നമ്മെ നോക്കി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ? എത്ര വേദനിപ്പിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ഇങ്ങനെ കൂളായിട്ട് നടക്കാൻ എങ്ങനെ സാധിക്കും? ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നാം വഴുതി വീഴാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് വിശുദ്ധയായ സിസ്റ്റർ നഥാനിയേലിൻ്റെ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. മിസ്റ്റിക്കായ വിശുദ്ധ നഥാനിയേൽ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈശോ ഒരു സത്യം വരെ പഠിപ്പിക്കാനായിട്ട് കൊടുത്തൊരു ദർശനത്തെക്കുറിച്ച് അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നഥാനിയേൽ പറയുന്നത്, ഒരിക്കൽ നഥാനിയേൽ ഇങ്ങനെ ഈശോയോട് ചോദിച്ചു അത്രേ, ഈശോ, അങ്ങ് നരകം സൃഷ്ടിച്ചത് കൊണ്ടല്ലേ പാപികൾ നരകത്തിൽ പോകുന്നത്?
അല്ലെങ്കിൽ ആരും നരകത്തിൽ പോവില്ലല്ലോ. അങ്ങ് നരകം സൃഷ്ടിച്ചത് കൊണ്ടല്ലേ? എന്തിനാണ് അങ്ങ് നരകം സൃഷ്ടിച്ചത്? സ്വർഗം മാത്രം മതിയായിരുന്നില്ലേ? അപ്പോൾ ഇതിന് ഒരു ഉത്തരം കൊടുക്കാൻ ഈശോ ആഗ്രഹിച്ച് ഈശോ ഒരു വ്യക്തിയുടെ മരണാനന്തര വിധി കാണിച്ചു കൊടുക്കാനായിട്ട് ദൈവം തിരുമനസ്സാകുന്നു. അങ്ങനെ ഒരു വിധിയുടെ സമയത്ത് ഈ മിസ്റ്റിക്കലായിരുന്ന ഈ നഥാനിയേലിനെ ദൈവം ഒരു ആത്മാവ് മരിച്ചപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു. എന്നിട്ട് വിധി ഈശോ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഈ വിശുദ്ധ പറയുന്നത്, വിധിയാളനായ ഈശോ ഒന്നും സംസാരിക്കുന്നില്ല, നിശബ്ദനാണ് ഈശോ. വിധിക്കപ്പെടുന്ന ആത്മാവ്, വിധി ഏറ്റുവാങ്ങുന്ന ആത്മാവ് ഇങ്ങനെ നിൽക്കുകയാണ് നിശ്ചലനായി. വിധി എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തികളാണ്. ഞാനും നിങ്ങളുമൊക്കെ ചെയ്ത നന്മ തിന്മകളാണ് നമുക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നത്. വിധി കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ ചെയ്ത നന്മകൾ എനിക്കെതിരെ സാക്ഷ്യമായി നിൽക്കുന്നു, ഞാൻ ചെയ്ത തിന്മ പ്രവൃത്തികളൊക്കെ എനിക്കെതിരെ സാക്ഷ്യമായി നിൽക്കുന്നു. ഈ രണ്ട് സാക്ഷികളുടെ മുമ്പിൽ നിന്നിട്ട് ഏതാണ് ഞാൻ വിധിക്കപ്പെടുന്നത് എന്താണെന്ന് തീരുമാനിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ സാക്ഷികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം കരുണ കാണിക്കുകയാണ് ഈ ആത്മാവിനോട്. എന്നിട്ട് ദൈവം പറയാണ്, നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം, നരകത്തിലേക്ക് വിടുന്നില്ല. ഈ ആത്മാവ് ഒത്തിരിയേറെ പാപം ചെയ്ത ആത്മാവാണ്. പാപപ്രവർത്തികളുടെ ഒരു വലിയ കൂമ്പാരം ഈ വ്യക്തിക്കെതിരെ എതിർസാക്ഷ്യമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ദൈവം കരുണ കാണിക്കാൻ വേണ്ടി ആഗ്രഹിച്ച നിമിഷത്തിൽ ഈ വിധി നടക്കുന്നിടത്ത് ദൈവത്തോടൊപ്പം ഈശോടൊപ്പം പിശാചൻ മാറി നിൽക്കുന്നുണ്ടത്രേ ഈ ആത്മാവിനെ വിധിക്കുന്ന സമയത്ത്, വിധിവേളയിൽ. അപ്പോൾ പിശാച് ലൂസിഫർ ഉടനെ കയറി പറയുകയാണ്, നോ, പാടില്ല, നീ അന്യായമാണ് കാണിക്കുന്നത്, ഈ ആത്മാവ് എനിക്കുള്ളതാണ്. ജീവിതകാലത്ത് ഈ ആത്മാവ് പാപം മൂലം ഈ ആത്മാവ് ഒത്തിരിയേറെ പാപം ചെയ്ത് എൻ്റെ പക്ഷക്കാരനായി ജീവിച്ച വ്യക്തിയാണ്. മരണാനന്തരവും ഈ ആത്മാവിനെ എനിക്കുള്ളതാണ്, ഇത് നിനക്കുള്ളതല്ല. ഈ ആത്മാവിനെ തർക്കിച്ച് വാങ്ങുന്ന പിശാചിനെ, ലൂസിഫറിനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ലൂസിഫർ ഈശോയോട് ചോദിക്കുകയാണ്, ഞാനൊരു പാപം ചെയ്തിട്ട് നീ എന്നെ നരകത്തിലേക്ക് വിട്ടില്ലേ? ഈ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ വിട്ടില്ലേ? എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ? അപ്പോൾ ഈശോ ഈ ലൂസിഫറിനോട് പറയുകയാണ്, നീ അനുതപിച്ചില്ലല്ലോ. നിന്റെ പ്രവൃത്തിയെ ഓർത്ത് നീ ഒന്ന് അനുതപിച്ചിരുന്നെങ്കിൽ. ഉടനെ ലൂസിഫർ പറയുക, ഞാൻ അനുതപിക്കുകയില്ലെന്ന് പറഞ്ഞ് ലൂസിഫർ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാമായിരുന്നു എന്ന് മിസ്റ്റിക്കലായ ഈ നഥാനിയേൽ പറയുകയാണ്. എന്നിട്ട് ഈശോ അവളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നരകം സൃഷ്ടിച്ചത് ഞാനാണോ? ഞാൻ ഒരിക്കലും നരകം സൃഷ്ടിച്ചിട്ടില്ല. അവരവർക്കുള്ള നരകം അവരവർ തന്നെയാണ് രൂപപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും അനുതാപരഹിതമായ പ്രവൃത്തികളാണ് നമുക്ക് വേണ്ടി നരകം സൃഷ്ടിക്കുന്നത്. വചനം ചോദിക്കുകയാണ് നമ്മളോട്, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും, അവിടുത്തെ അളവില്ലാത്ത കരുണയും സഹിഷ്ണുതയും ക്ഷമയും നിസ്സാരമായി നീ കാണുകയാണോ? അനുതാപം രഹിതമായ ഹൃദയത്തോടെ നടന്നു നീങ്ങുന്ന എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് വചനം ചോദിക്കുന്നു, കുഞ്ഞെ, ദൈവത്തിൻ്റെ കരുണയെ നീ നിസ്സാരമായി കാണുകയാണോ? പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്, അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കാരുണ്യം മാത്രമല്ല, ക്രോധം പതിക്കുമെന്ന് നീ മറന്നു പോകരുതെന്ന് പ്രഭാഷകൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം കാരുണ്യവാനായതുകൊണ്ട് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ദൈവം ക്ഷമിച്ചോളും, കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെയൊക്കെ പോയാലും സാരമില്ല, അവസാനം ദൈവം ഇതൊക്കെ ക്ഷമിക്കും എന്ന് പറഞ്ഞ് നീ അഹങ്കരിച്ച് അനുതാപമില്ലാതെ, പാപത്തിൽ നിന്ന് ഒരു മാനസാന്തര ജീവിതമില്ലാതെ നടന്നു നീങ്ങരുത്.
അവിടുത്തെ കാരുണ്യത്തോടൊപ്പം തന്നെ ക്രോധവുമുണ്ടെന്ന് മറക്കരുതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തെ നാം നോക്കിക്കാണണം. പാപം ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നാം നടക്കരുതെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷയിലേക്ക് നാം കടന്നു വരേണ്ടതിന് നമ്മുടെ അനുതാപം ഈശോ കാത്തിരിക്കുകയാണ്. അനുതപിച്ച് തിരിച്ചു വരുന്നത് ഈശോ കാത്തിരിക്കുകയാണ്. ഈശോ ഒരു നല്ല പിതാവിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ഒരു സ്നേഹപിതാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ പറയുകയാണ്, അനുതാപത്തോടെ തിരിച്ചു വരുന്നതും കാത്ത് ഈ പിതാവ് നിൽക്കുകയാണ്. പാപിയെ സ്നേഹിക്കുന്ന ദൈവം, പാപത്തെ വെറുത്തു പാപിയെ സ്നേഹിക്കുന്ന ദൈവം പാപിയുടെ പാപപ്രവൃത്തികളെ ഉപേക്ഷിച്ച് തിരിച്ചു വരാനായി കാത്തിരിക്കുകയാണ്. നീ വരുന്ന അവസ്ഥയിൽ നിന്നെ അവിടുന്ന് സ്വീകരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അനുതപിക്കാനൊരു ഹൃദയം നിനക്കുണ്ടാകണം, എനിക്കുണ്ടാകണം, നമുക്കുണ്ടാകണം. അനുതാപമില്ലാത്ത ഹൃദയത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. അനുതാപം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലേക്ക് കടക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. എന്തിനാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ പാപം ദൈവം അവഗണിച്ച് കളയുന്നത്? തെറ്റ് ചെയ്തിട്ടും ശിക്ഷ ലഭിക്കാതെ ഞാനും നിങ്ങളുമൊക്കെ ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു നീങ്ങുന്നതിൻ്റെ, അതിന് ദൈവം അനുവദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അനുതപിച്ച് തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടാണ്. സ്നേഹിക്കുന്ന അപ്പനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരപ്പൻ ഞാൻ പാപത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ടും എന്നെ പരിപാലിക്കുന്നുണ്ടല്ലോ എന്ന തിരിച്ചറിവ് അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന ഒരു വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് സ്നേഹമുള്ള പിതാവ് നാം തിരിച്ചു നടക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, അനുതാപം നമ്മിൽ നിന്ന് വലിയ വില ആവശ്യപ്പെടുന്നുണ്ട്. അനുതപിക്കണം. അനുതാപം അത് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഒരിക്കൽ അനുതപിച്ച് കണ്ണുനീർ ചിന്തിയ പത്രോസ്ലീഹായെ നാം ഓർക്കുന്നില്ലേ? അനുതാപത്തോടെ കണ്ണുനീർ ചിന്തിയ, തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തല്ലോ എന്ന ആ ചിന്ത ഗുരുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ, തന്നെ നോക്കുന്ന ഗുരുവിൻ്റെ കണ്ണുകളിലേക്ക് തൻ്റെ കണ്ണുകൾ ഉടക്കിയപ്പോൾ അറിയാതെ തന്നെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങൽ കടന്നു വന്നിട്ടുണ്ട്. അത് കണ്ണുനീരായി കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങി. ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തല്ലോ. വചനം പറയുന്നത് അവൻ പുറത്തേക്ക് പോയി അനുതപിച്ച് മനംനൊന്ത് കരഞ്ഞു എന്നുള്ളതാണ്. മനംനൊന്ത് കരഞ്ഞു. ഈ ഒരു നോവ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു വേള കാലിടറുമ്പോഴും തകർന്ന് തരിപ്പണമായി പടുക്കുഴിയിലേക്ക് വീണ് അവിടെ കിടന്ന് ഉരുളാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല, നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. പാവത്തിൽ വീണു എന്നറിയുന്ന നിമിഷത്തിൽ അവിടെ നിന്ന് ചടകുട എഴുന്നേറ്റ് ഓടി നടന്ന് ഈ ചെളിയെല്ലാം കളഞ്ഞ് കഴുകി ശുദ്ധി ചെയ്ത് വെണ്മയുള്ള വസ്ത്രം ധരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി ഈശോ കാത്തിരിക്കുന്നു. അവിടെയാണ് കുമ്പസാരക്കൂടിൻ്റെയൊക്കെ പ്രസക്തി നാം കാണുക. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ വീണ് പടുക്കുഴിയിൽ ഉരുണ്ടിട്ട് ഒരു വേള എനിക്ക് തെറ്റിപ്പോയി, ഞാൻ വീണു, എനിക്ക് മോശമായി എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് കഴുകാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ആത്മാവിൽ ഉയരുന്നുണ്ട്. ഒന്ന് ശുദ്ധി ചെയ്യണം, ഈ പാപത്തിൽ നിന്നൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ഇറക്കി വെക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ ആത്മാവിലുണ്ട്. ആ ആത്മാവിന് ചെവി കൊടുക്കുന്നവൻ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടും. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കഴുകി വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നുണ്ട് കുമ്പസാരക്കൂട്ടിൽ എന്ന ചിന്ത സ്നേഹത്തോടെ തിരിച്ചു നടക്കാൻ നമുക്ക് പ്രേരണയാണ്. എസെക്കിയാ പ്രവാചകൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ
എസെക്കിയാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 30 മുതൽ 32 വരെ 30, 31, 32 വചനങ്ങളിൽ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകൻ്റെ അധരത്തിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിലും നിന്ന് പിന്തിരിയുവിൻ. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, തിന്മ വരുന്നത് ഈശോ പറഞ്ഞില്ലേ, കള്ളൻ വരുന്നത് അവൻ ജീവിപ്പിക്കാനല്ല, കള്ളൻ വരുന്നത് നശിപ്പിക്കാനും കൊല ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മെ കൊന്ന് നമ്മെ നശിപ്പിച്ച് ഇല്ലാതെയാക്കാനാണ് കള്ളൻ വരുന്നത്. അതുകൊണ്ട് തന്നെ തിന്മ എന്ന് പറയുന്നത് നമ്മെ നശിപ്പിച്ച് കളയും. തിന്മ പ്രവൃത്തികൾ നമ്മുടെ ജീവനെ ഹനിക്കും. വചനം പറയുകയാണ്, തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് തെറ്റിനെക്കുറിച്ച്. തെറ്റ് ചെയ്യുക സ്വാഭാവികമാണ്, തെറ്റ് സംഭവിക്കും. ഒരു തെറ്റും സംഭവിക്കരുതെന്നല്ല വചനം പഠിപ്പിച്ചത്. മറിച്ച് നീ പാപിയായിരിക്കെ കുഞ്ഞെ, നിന്റെ പാപത്തിൽ നിന്ന് നീ ഉണർന്നെഴുന്നേൽക്കുക, പശ്ചാത്തപിക്കുക. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത്, സംഭവിച്ച തെറ്റിനെ ഓർത്ത് നീ അനുതപിക്കുക. എന്നിട്ട് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. പാപത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റിട്ട് അനുതാപത്തോടെ പാപത്തെ വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ചൈതന്യവും നേടിയെടുക്കുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? പാപത്തിൽ തുടർന്ന് നീ എന്തിനു മരിക്കണം? നിന്റെ ജീവിതത്തെ എന്തിനു നീ നശിപ്പിച്ച് കളയണം? എന്തിനു നീ മരിക്കണം? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. ദൈവം ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല. ദൈവം ജീവനിൽ സന്തോഷിക്കുന്നു. ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിലനിൽക്കണമെന്ന്, എല്ലാം നിലനിൽക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് ഞാൻ വന്നത്. ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് ഞാൻ വന്നത്. അപ്പോൾ ജീവൻ അത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. നാം ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അനുതപിച്ച് പശ്ചാത്തപിച്ച് പഴയ പ്രവൃത്തിയിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ജീവിതം നയിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എസെക്കിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ 33-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 10 മുതലുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്. അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾക്കെങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിയുവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിന് മരിക്കണം? പിന്തിരിയുവിൻ. ഒരു പിന്തിരിയാനുള്ള ഒരു ആഹ്വാനം ഇതാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്തിനു മരിക്കണം? കുഞ്ഞെ, നീ എന്തിനു പാപത്തിൽ തുടരണം? നീ എന്തിനു മരിക്കണം? മരിക്കാൻ വേണ്ടി നീ പാപത്തിൽ തുടരരുത്, നീ ജീവിക്കണം. നിന്റെ ജീവനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനുണ്ടാകണം എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയുമില്ല. എത്ര ആശ്വാസകരമായൊരു വചനമാണ്. നീതിമാൻ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിങ്ങനെ നീതിമാൻ നടക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവൻ തിന്മ ചെയ്താൽ, കുഴപ്പമില്ല, ഞാൻ നീതിമാനായിരുന്നല്ലോ, അതുകൊണ്ട് ഈ തിന്മയൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നീതിമാൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് അവൻ ദുഷ്ടത പ്രവർത്തിച്ചാൽ ആ ദുഷ്ടതയ്ക്ക് അവൻ പ്രതിഫലം കൊടുക്കേണ്ടി വരും. ആ ദുഷ്ടത അവൻ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അതേസമയം ഒരു ദുഷ്ടൻ അവൻ അനുതപിച്ച് പഴയ പ്രവൃത്തികൾ ഉപേക്ഷിച്ചാൽ അവൻ ജീവിക്കുമെന്ന് വചനം പറയുകയാണ്.
നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതിനിഷ്ഠമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവൻ തൻ്റെ ദുഷ്കൃത്യത്തിൽ തന്നെ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കുക പോലുമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്ര ആശ്വാസകരമായ വാക്കുകളാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. ഈ വീഴ്ചകൾ എന്ത് തന്നെ ആവട്ടെ, ഈ വീഴ്ചകളിൽ നിന്ന് നീ അനുതാപത്തോടെ ഉണർന്നെഴുന്നേറ്റാൽ നീ ചെയ്തു പോയിട്ടുള്ള ഒരു പാവവും ദൈവം നിനക്കെതിരെ ഓർക്കുകയില്ല എന്ന് എന്നെയും നിങ്ങളെയും നോക്കി വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് അനുതപിക്കാനും പ്രായശ്ചിത്തം ചെയ്യാൻ, അതിൽ ഒന്ന് ഉണർന്നെഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1430 പാരഗ്രാഫിലും 31 പാരഗ്രാഫിലും ഈ അനുതാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് അനുതപിക്കേണ്ടത്? നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ അനുതാപത്തിൻ്റെ ചില പ്രവൃത്തികളുണ്ടായിരുന്നു. മാനസാന്തരപ്പെടുവിൻ എന്ന് വിളിച്ചു പറയുമ്പോൾ അവർ അനുതപിച്ചു, ചാക്കൊടുത്തു, ചാരം പൂശി, ചാരത്തിലിരുന്നു. അങ്ങനെയൊക്കെ അനുതാപത്തിൻ്റെ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിരുന്നു. ചിലർ വസ്ത്രം വലിച്ചു കീറും. അങ്ങനെയൊക്കെ അനുതാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിരുന്നു. കത്തോലിക്ക സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മാനസാന്തരത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കുമുള്ള യേശുവിൻ്റെ വിളി അവിടത്തേക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ആഹ്വാനം പോലെ ഒന്നാമതായി ചാക്കുടുക്കലും ചാരം പൂശലും ഉപവാസവും പരിത്യാഗവും പോലുള്ള പ്രവൃത്തികളെ അല്ല, പിന്നെയോ ഹൃദയത്തിൻ്റെ മാനസാന്തരത്തെ, ആന്തരിക അനുതാപത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഭാഗ്യമായിട്ടുള്ള കുറേ പ്രായശ്ചിത്ത പ്രവർത്തികൾ എന്നതിനേക്കാളൊക്കെ ഉപരി, അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അത് നയിക്കേണ്ടത് ആന്തരിക നവീകരണത്തിൽ നിന്നാണ്, മനസ്സിൻ്റെ നവീകരണത്തിൽ നിന്നാണ്. ഹൃദയത്തിൻ്റെ മാനസാന്തരത്തെ, ആന്തരിക അനുതാപത്തെ, ഈ അനുതാപം, ഉള്ളിൽ നിന്ന് വരുന്ന ഈ അനുതാപമാണ് യഥാർത്ഥ അനുതാപം എന്ന് പറയുന്നത്. ഇത് ചേഷ്ടകളിലൂടെ പ്രവൃത്തികളിലൂടെയും ഒക്കെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. മറ്റതൊന്നും വേണ്ട, ഉപവാസം വേണ്ട, പ്രായശ്ചിത്തം വേണ്ട എന്നൊന്നും അർത്ഥമില്ല. പക്ഷേ ഭാഗ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അനുതാപത്തിൻ്റെ ചൈതന്യമില്ലെങ്കിൽ ഭാഗ്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ടും ഫലമില്ലെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുതന്നെയാണ് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ആന്തരികമായ പശ്ചാത്താപം നമ്മുടെ ജീവിതത്തിന് മുഴുവൻ മൗലികമായ ഒരു പുനരാഭിമുഖ്യം പ്രദാനം ചെയ്യുന്നു. അതൊരു തിരിച്ചുവരവാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്കുള്ള മാനസാന്തരമാണ്. പാപത്തിൽ നിന്നുള്ള പിന്തിരിയലാണ്. നാം ചെയ്തിട്ടുള്ള തിന്മ പ്രവൃത്തികളോടുള്ള വെറുപ്പും തിന്മയിൽ നിന്നുള്ള അകൽച്ചയുമാണ്. അതേസമയം ദൈവത്തിൻ്റെ കരുണയിലുള്ള പ്രത്യാശയോടും അവിടുത്തെ കൃപാവരത്തിലുള്ള ആശ്രയബോധത്തോടും കൂടി ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാനുള്ള ആഹ്വാനവും തീരുമാനവും അത് ഉൾക്കൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കാരുണ്യവാനാണെന്നും അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുമെന്നും അവിടുന്ന് നമ്മുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുമെന്നും വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയം വെക്കുകയും ചെയ്ത് ഹൃദയപൂർവ്വം മാനസാന്തരം പെട്ട് പുതുജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ജീവിതത്തെയാണ് ലക്ഷ്യം വെക്കേണ്ടത് നമ്മുടെ ആന്തരിക ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ആഹ്വാനമാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട നമുക്ക് കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന വീഴ്ചകളെ ഓർത്ത് അനുതപിക്കാനും അതിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടാനും ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുമുള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് വചനം നമുക്ക് പങ്കുവെച്ച് തരുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആഴമായ അനുതാപത്തോടെ പത്രോസിലും പൗലോസിലുമൊക്കെ ഉണ്ടായിട്ടുള്ള മാനസാന്തരം പോലെ നമ്മിലും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. നമ്മിൽ ഒരു ശിശു ജനിക്കട്ടെ. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.